എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം ഉണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഫസ്മിന സക്കീറിനെ നമ്മൾ വീണ്ടും എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ ഫസ്മിന സക്കീർ ഐ എക്സ്പോസ് പീപ്പിൾസ്. ഫസ്മിന സക്കീറിനെ നമ്മൾ വീണ്ടും എടുത്തുകൊണ്ട് വന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഫസ്മിന സക്കീർ ഒരു വീഡിയോ അങ്ങോട്ട് പബ്ലിഷ് ചെയ്തു. ഈ പറയുന്ന അക്ബർ ഖാനെതിരെ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഈ അക്ബർ ഒരു സ്റ്റോറി അങ്ങോട്ടിട്ട് ഒരു യൂട്യൂബർ എന്റെ ജീവിതം എക്സ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് ഞാൻ നിനക്കെതിരെ കേസ് കൊടുക്കുന്നു പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ പേടിച്ചില്ലെന്ന് കാണിക്കണമല്ലോ. അതോടൊപ്പം തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കുറച്ചൊന്ന് പുച്ഛിക്കണമല്ലോ. അതോടൊപ്പം തന്നെ നമുക്കെതിരെ റിയാക്ഷൻ ചെയ്തവനെ ഒന്ന് പുച്ഛിച്ചു വിടണമല്ലോ. അതാണ് സംഭവം. അതായത് ഒരു 22 മിനിറ്റുള്ള വീഡിയോ, 22 മിനിറ്റിൽ ഒരു 21.5 മിനിറ്റും പുച്ഛം, പിന്നത്തെ ഒരു 1.5 മിനിറ്റിൽ എന്തൊരു സംഭവം പുള്ളിക്കാരി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതാണ് സംഭവം. നമുക്കതിന് പുള്ളിക്കാരുടെ വീഡിയോ കാണാം. അതിന് മുമ്പ് നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് വരുവാണെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമന്റ് ഇടുക. ലൈക്ക് കൂടെ അടിച്ച് ഒന്ന് പൊട്ടിച്ചേക്ക് കേട്ടോ. കൂടുതൽ ലൈക്ക് അടിപ്പിച്ച് കുളവാക്കുന്നില്ല. നേരെ വീഡിയോയിലേക്ക് വരാം. സംഭവം എന്ന് പറഞ്ഞാൽ ഫസ്മിന സക്കീറിന്റെ വിഷയമാണ്. അക്ബറിനെ എക്സ്പോസ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ ഫസ്മിന ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ഇത് ആദ്യം കാണാത്തവർക്ക് വേണ്ടിയുള്ള റീക്യാപ്പ് കേട്ടോ. ഈ ഫസ്മിനയുടെ വീഡിയോക്കകത്ത് പറയുന്നത് ടിൻഡർ എന്ന് പറയുന്ന ഒരു ഡേറ്റിംഗ് ആപ്പ് ഉണ്ട്. ഈ ഡേറ്റിംഗ് ആപ്പിനകത്ത് അക്ബറിന് ഒരു പെൺകുട്ടി അങ്ങോട്ട് മെസ്സേജ് അയച്ചു. അക്ബർ അതിന് റിപ്ലൈ കൊടുത്തു. അപ്പൊ ഈ പെൺകുട്ടി നീ ഒറിജിനൽ ആണെന്ന് ചോദിച്ചു. യെസ് ഞാൻ ഒറിജിനൽ ആണെന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെ തെളിയിക്കുമെന്ന് ചോദിച്ചു. നീ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഇങ്ങോട്ട് റിക്വസ്റ്റ് അയക്കും, എന്നിട്ട് അത് ക്യാൻസൽ ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലാവും ഈ അക്ബർ ഒറിജിനൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ നമ്പർ കൊടുത്തു. അതിനുശേഷം ഫസ്മിന വന്നപ്പോൾ ഫസ്മിനയ്ക്ക് നമ്പർ കൊടുത്തു എന്നാണ് ഇപ്പൊ അക്ബറിനെതിരെയുള്ള അലിഗേഷൻ. അപ്പോ എൻഗേജ്ഡ് ആയിട്ട് ഒരുത്തൻ മറ്റൊരു പാർട്ട്ണർ ഉള്ള ഒരുത്തൻ എന്തിന് ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചു? ഇതാണ് ഫസ്മിന കണ്ട ലോകത്തിലെ ഏറ്റവും വലിയ അപരാധം. ഫസ്മിന ഇത് പറയാനുള്ള കാരണം പുള്ളിക്കാരുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള ഡേറ്റിംഗ് ആപ്പുകളും സ്നാപ്ചാറ്റുകളും ഒക്കെ ഭയങ്കരമായിട്ട് കളിച്ചിട്ടാണ് പുള്ളിക്കാരുടെ ജീവിതം പ്രശ്നത്തിലായത്. ആ വിഷയത്തിൽ എനിക്ക് പുള്ളിക്കാരുടെ അതിയായ വിഷമമുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ കമന്റ് ചെയ്യുന്നില്ല. നമുക്ക് ഏതായാലും ഫസ്മിന ഇപ്പൊ എടുത്ത പുച്ഛ വീഡിയോ നമുക്കൊന്ന് കാണാം. പുള്ളിക്കാർ ഇപ്പൊ ഒരു ഡയറി ഒക്കെ എഴുതിയിട്ടുണ്ട്. ആ ഡയറിയിൽ പല ആൾക്കാരുടെയും കുൽസിതങ്ങളും കുറ്റങ്ങളും എഴുതി ചേർക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. നമുക്കല്ലാതെ നേരെ കണ്ടന്റിലേക്ക് നമുക്ക് പോവാം. സംസാരിക്കുന്നത് എനിക്ക് ഈ വീഡിയോ ആക്ച്വലി 2 ദിവസം മുന്നേ ഇടണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ എനിക്ക് അതിനുള്ളൊരു സമയം കിട്ടിയില്ല, തിരക്കായി പോയി. ഇപ്പോഴും തിരക്ക് തന്നെയാണ്. പക്ഷെ ഫാൻസ് രോക്ഷാകുലരാണെന്ന് ചെയ്യാനാണ് നമ്മൾ വീഡിയോ. ഫാൻസ് രോഷാകുലര് ഈ ആരുടെ? ഫസ്മിനയുടെ ഫാൻസ് ആരാ? എന്റെ ഫസ്മിന, താങ്കളുടെ വിചാരം താങ്കളൊരു കില്ലാടിയാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാ വീഡിയോയും പുള്ളിക്കാരി ഒരു 5 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൽ 3 വീഡിയോയിലും പുള്ളിക്കാരി പറയും ഈ വീഡിയോ ഞാൻ 2 ദിവസം മുമ്പേ ഇടേണ്ട വീഡിയോ ആയിരുന്നു, പക്ഷെ ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്, ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. എല്ലാ വീഡിയോയിലും പുള്ളിക്കാരി പറയുന്നുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക മിസ് ഫസ്മിന. പിന്നെ താങ്കളുടെ വീഡിയോ താങ്കളുടെ ഇഷ്ടം, താങ്കൾക്ക് സൗകര്യമുള്ളത് പറയാം. എൻ്റെ ഒരു സജഷൻ പറഞ്ഞെന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് ആവർത്തന വിരസത തോന്നുന്നു. ഞാൻ എല്ലാ വീഡിയോയും ഫസ്മിനയുടെ കാണാറുണ്ട്. പിന്നെ ഫസ്മിനയുടെ ഫാൻസിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. ഈ ഫാൻസിനെ അറിഞ്ഞാൽ പറഞ്ഞ് പുച്ഛിക്കുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് വരാം, ബാക്കിയേക്കാം. എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ചിലരുടെ പിആറിന്റെ PR ഉണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും നാളും കണ്ടുവരാത്ത കുറെ കുത്തിപ്പൊക്കലുകൾ, കുറെ വീഡിയോസ്, കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, കുറെ ഇൻഫ്ലുവൻസേഴ്സ് സ്വന്തമായിട്ട് വിളിക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയാണല്ലോ ട്രെൻഡ്. ഇൻഫ്ലുവൻസേഴ്സ്, അതായത് പുള്ളിക്കാരി ഫാൻസ് എന്ന് ഉദ്ദേശിച്ച ഇവരെയൊക്കെയാണ്. അപ്പൊ ഈ സ്വന്തമായിട്ട് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാര്, PR ഇൻസ്റ്റാഗ്രാമിൽ കുത്തിപ്പൊക്കുന്നവർ, അതായത് ഫസ്മിനയ്ക്കെതിരെ സംസാരിച്ചവരെല്ലാം ഫസ്മിന PR ആയിട്ടും ഫസ്മിനയുടെ ഫാൻസ് ആയിട്ടുമാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? ഇതിനകത്ത് ഫസ്മിന പറയുന്ന ഒരു സാധനം കുത്തിപ്പൊക്കി എന്ന് പറയുമ്പോൾ എന്തൊരു ഒരു സാധനം ഉണ്ട്, അതിനെയാണ് ഈ ജനങ്ങൾ കുത്തിപ്പൊക്കിയത്. അപ്പൊ നമ്മുടെ പാസ്റ്റിൽ എന്തോ ഒരു തോന്നിയ ദിവസം കിടപ്പുണ്ട് കുത്തിപ്പൊക്കിയ സാധനം. പിന്നെ പറഞ്ഞ സാധനം എന്തായിരുന്നു? പരിപാടിയും കിട്ടുമല്ലോ. ഇൻഫ്ലുവൻസേഴ്സിന് സ്വന്തമായിട്ട് വിളിക്കുന്ന ആൾക്കാർ. ഇൻഫ്ലുവൻസേഴ്സിന് സ്വന്തമായിട്ട് വിളിക്കുന്ന ആളുകൾ, അത് ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. ഫസ്മിന തന്നെയാണ് ഇൻഫ്ലുവൻസർ, ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ്, അല്ലെങ്കിൽ ഞാൻ അക്ബറിനോട് പറഞ്ഞു ഐ എക്സ്പോസ് പീപ്പിൾസ്. ഇതൊക്കെയാണ് ഫസ്മിന കാണിച്ചു വെച്ച സാധനം. എല്ലാവരും ഫസ്മിന അല്ല മുത്തേ, അതാദ്യം മനസ്സിലാക്കുക. ഫസ്മിന തന്നെയാണ് ഞാൻ ഐ എക്സ്പോസ് പീപ്പിൾസ്, ഇൻഫ്ലുവൻസർ എക്സ്പോസ് പീപ്പിൾസ് എന്നും പറഞ്ഞുകൊണ്ട് നടന്നത്. നിങ്ങളെ കുറ്റം പറയുമ്പോഴത്തേനും അതിനകത്ത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം ഇല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. എനിക്കെതിരെ കുറ്റം പറഞ്ഞവന്മാർ എല്ലാം വൃത്തിട്ടന്മാര്. ഞാൻ ആരെയൊക്കെ കുറ്റം പറഞ്ഞിട്ടുള്ളൂ അവന്മാരും വൃത്തിട്ടന്മാര്, ഞാൻ മാത്രം ശരി. ഇതാണ് ഫസ്മിനയുടെ ഒരു ലൈൻ വരുന്നത് കേട്ടോ. There were a lot of YouTube, Instagram വീഡിയോസ്, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറെ കണ്ടിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോയ്ക്ക് പുള്ളിക്കാരി ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, കണ്ടിട്ടുണ്ട് മനസ്സിലായി. പക്ഷെ മാന്യമായിട്ട് കമന്റ് കേട്ടോ ചെയ്ത, വൃത്തിട്ട കമന്റ് ഒന്നും പുള്ളിക്കാരി ചെയ്തില്ല. പുള്ളിക്കാരി ആ പാരണ്ടൊക്കെ ചീത്ത വിളിച്ചു. അതിനൊന്നും ഞാൻ ലൈക്ക് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് നിങ്ങളോട് യാതൊരു എതിർപ്പുമില്ല. നിങ്ങൾ ചെയ്ത കണ്ടന്റിനോട് മാത്രമുള്ള എനിക്ക് എതിർപ്പ്.
വീഡിയോ ഞാൻ കണ്ടായിരുന്നു, എല്ലാ വീഡിയോയും കാണുന്നുണ്ട്. ആൻഡ് സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. ആസ് ഇൻ ലൈക്ക് എൻ്റെ പെർസ്പെക്റ്റീവിലൂടെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, എൻ്റെ പെർസ്പെക്റ്റീവ് അല്ലാണ്ട് തെക്കും വടക്കും രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പുള്ളിക്കാരിയുടെ പെർസ്പെക്റ്റീവിലൂടെ ചിന്തിക്കുന്നവർ കറക്റ്റ് ഒരു ശരി നമ്മൾ ഇട്ടു തന്നു. പുള്ളിക്കാരിയുടെ ഓപ്പോസിറ്റ് ചിന്താഗതി ഉള്ളവരുണ്ടല്ലോ, തെക്കും വടക്കും ചിന്തിക്കുന്നവർ, അവരൊന്നും ശരിയല്ല. ഞാൻ പിടിച്ച മുയലിന് 365 കൊമ്പും 242 കാലും 27 ചെവിയും. ഇതാണ് സെറ്റപ്പ്. എടാ എന്റെ യോജിക്കുന്നു? നീ ശരി, ടിക്ക് മാർക്ക്. പോടാ, നീ യോജിക്കുന്നു? ഇല്ലടാ, മുയലിന് 2 ചെവിയും 4 കാലും ഉള്ളൂ. നീ തെക്കും വടക്കും ചിന്തിക്കാം, പോടാ. ഇതാണോ ഫസ്മിനയുടെ? എന്റെ ദൈവമേ, കൊള്ളാം. പുള്ളിക്കാരി പറയുന്ന എല്ലാം ശരി. നമ്മള് ഓംബ്ര എന്ന് പറഞ്ഞെങ്കിൽ സമ്മതിച്ചു കൊടുത്തേക്കണം. എല്ലാവരും സമ്മതിച്ചല്ലോ അല്ലേ? എല്ലാവരും സമ്മതിച്ചു. കുറേ പേര് സ്റ്റോറി ഇടുന്ന ഞാൻ കണ്ടു, മെൻഷൻസ് കണ്ടു, റീൽസ് കണ്ടു, എല്ലാം ഞാൻ കാണുന്നുണ്ട്. കാണുന്നില്ല എന്ന് നിങ്ങളാരും പേടിക്കണ്ട, ഞാൻ കാണുന്നുണ്ട്. വരുന്ന തെറിവിളികളും ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, ഞാൻ കറക്റ്റായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. സോ കാണുന്നുണ്ട്, കാണുന്നില്ല ഞാൻ കള്ളൊന്നും പറയുന്നില്ല. കാണുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി. പുള്ളിക്കാരി എൻ്റെ വീഡിയോയ്ക്ക്, ഇൻസ്റ്റാഗ്രാം വീഡിയോയ്ക്ക് ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി എന്നെ തെറി വിളിക്കുന്നതിനോടും ഒന്നും എനിക്കും വലിയ താല്പര്യമില്ല. നമ്മുടെ എതിർപ്പ് നമ്മൾ രേഖപ്പെടുത്തുക, പുള്ളിക്കാരിയുടെ എതിർപ്പും പുള്ളിക്കാരിയുടെ വ്യൂ പോയിന്റ്സോ പുള്ളിക്കാരി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുന്നു. പക്ഷെ നീയൊക്കെ പറയുന്നത് മൊത്തം തെറ്റ്, നീയൊക്കെ പോടാ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിനോടും എനിക്കിതില്ല. ഈ അക്ബർ ചെയ്തതിനകത്ത് ചോദിച്ചുടനെ നമ്പറിന് എന്ന് പറയുന്നതിന് മുമ്പ് അക്ബർ നമ്പർ ഷെയർ ചെയ്യാൻ റെഡി ആയതിനോട് എനിക്ക് താല്പര്യമില്ല. അക്ബറിന്റെ ഒരു കുൽസിതവും ഒരു മോശവും ഒന്നും പുറത്തു വന്നിട്ടില്ല. പുള്ളിക്കാരും പറയുന്നത് അങ്ങനെയൊന്നും അക്ബറിന്റെ ഒന്നും പുറത്തു വന്നൊന്നും ഞാനും പറയുന്നില്ലല്ലോ എന്നാണ് പുള്ളിക്കാരും പറയുന്നത്. പുള്ളിക്കാരി ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഇനി അവര് മുമ്പോട്ട് ചാറ്റ് ചെയ്തിരുന്നുവെങ്കിൽ, അക്ബർ മാരീഡ് ആണെന്ന് ഒളിപ്പിച്ചു വെച്ച പെൺകുട്ടിയായിട്ട് ചാറ്റ് ചെയ്ത് അവരൊരു ജീവിതം കെട്ടിപ്പടുത്തി കഴിയുമ്പോഴത്തേനും എന്നൊക്കെയുള്ള പെർസ്പെക്റ്റീവിലാണ് ഫസ്മിന ചിന്തിക്കുന്നത് കേട്ടോ. അതായത് ഫസ്മിനെ ഇതിനകത്ത് പൂർണ്ണമായിട്ടും തെറ്റ് പറയാൻ പറ്റില്ല. അതിന് കാരണം ഫസ്മിനയുടെ ഹസ്ബൻഡായിട്ടിരുന്ന ആള് ഫസ്മിനെ നല്ല രീതിയിൽ തേച്ച് ഒട്ടിച്ച ഒരാളാണ്. അപ്പൊ പുള്ളിക്കാരി ആ വ്യൂ പോയിന്റ് ആയിരിക്കും ഇപ്പൊ പുള്ളിക്കാരുടെ മൈൻഡ് സെറ്റിനകത്ത്. അക്ബർ വൈഫിനെ പറ്റിക്കുന്ന അല്ലെ പാർട്ട്ണറെ പറ്റിക്കുന്ന ഒരു വ്യൂ പോയിന്റിലായിരിക്കണം പുള്ളിക്കാരി ചെയ്ത് അവരുടെ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നത്. ഉറച്ചു കിട്ടും, നമുക്ക് അതിനകത്ത് യാതൊരു പ്രശ്നമില്ല കേട്ടോ. എതിരെയുള്ള ഒപ്പീനിയൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ തെക്ക് വടക്ക് ചിന്തിച്ചു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഫസ്മിന ചേച്ചി. പിന്നെ ഇത് എൻ്റെ ടിൻഡർ പ്രൊഫൈലാണ്, നീ എന്തിനാണ് ടിൻഡറിൽ കയറി ഇരുന്നവരോട് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇത് ദേവിനോടാട്ടോ. ദേവാണ് ഈ സാധനം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടത്. അതായത് ഫസ്മിനയുടെ സ്ക്രീൻഷോട്ട്സ് എല്ലാം വെച്ചിട്ട് ഇന്ന സമയത്ത് മറ്റേ ടിൻഡർ ചാറ്റ് വന്നു, അതേ സമയത്ത് തന്നെ അക്ബറിന് വാട്സപ്പിൽ ചാറ്റ് പോയി, അപ്പോൾ ഇത് ഫസ്മിന തന്നെ ചാറ്റ് ആണെന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞവർക്കുള്ള റിപ്ലൈ ആണ്. അപ്പൊ ദേവിന്റെ വീഡിയോയും ഫസ്മിന കണ്ടിട്ടുണ്ട്, ദേവിനുള്ള റിപ്ലൈ കേട്ടോ. എല്ലാ ടിൻഡറിൽ കയറിയത് വീഡിയോ ഫുള്ള് കാണാണ്ട് ഡയലോഗ് അടിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ കൊണയ്ക്കാണ്ടിരിക്കുക എന്ന് പറയും. ബിക്കോസ് അതായത് വീഡിയോ ഫുള്ള് കാണാതെ കൊണയ്ക്കൊണ്ടിരിക്കുക എന്ന് പറയും. അതാണ് ഫസ്മിനയുടെ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞത്. അതായത് പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാം മറ്റേ ടിൻഡറിൽ ആരോ ഒരാൾ ചാറ്റ് ചെയ്തു. ആ ചാറ്റ് ചെയ്ത് നമ്പർ കൊടുത്ത് അതേ സമയത്ത് തന്നെ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 2 മിനിറ്റിനകത്ത് തന്നെ ഇവിടെ വാട്സപ്പിൽ അക്ബറിന് മെസ്സേജ് പോകുന്നു. ഇപ്പൊ ഫസ്മിന അക്ബറിന് മെസ്സേജ് അയക്കുന്നു. അപ്പൊ അവിടെ ചാറ്റ് ചെയ്യുമ്പോഴേ പുള്ളിക്കാരി ടീം വ്യൂവർ വെച്ച് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക. അക്ബർ നമ്പർ കൊടുത്ത് അപ്പോഴേ ആ പെൺകുട്ടി അയക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്പർ അയക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ചാറ്റ് ചെയ്യാണ്. അതിനെക്കുറിച്ച് എടുത്താൻ ഒരു സംശയം ചോദിച്ചപ്പോഴത്തേനും കൊണയ്ക്കാണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഫസ്മിനോട് പറയുന്നൊരു കാര്യം, നമ്മളൊരു വ്യക്തിയെ എക്സ്പോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തെളിവുകൾ സംസാരിക്കുമ്പോൾ നമ്മൾ കൃത്യമായി പറയുക, അല്ലാതെ തേക്കും പൂക്കും ഇല്ലാതെ തെക്ക് വടക്കിരുന്ന് കൊണയ്ക്കാണ്ടിരിക്കുക. നിങ്ങൾ കൊണ്ടുവരൂ, ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് കൊണ്ടുവരൂ. പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് പുറത്തുകൊണ്ടുവരാൻ പറ്റത്തില്ല. അത് നമ്മൾ മുഖംമൂടിയിട്ട് നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്. പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അക്ബർ ചെറ്റാ, അങ്ങനെയാണ് സെറ്റപ്പ്. പെൺകുട്ടി ആരെന്ന് കൊണ്ടുവരൂ, നിങ്ങളെ പെൺകുട്ടി ആരെന്ന് നിങ്ങൾ പുറത്തു പറയൂ. പക്ഷെ നമ്മളെല്ലാം വിശ്വസിച്ചു. ആ പെൺകുട്ടിയുടെ നിങ്ങൾ ഇതും വേണ്ട, ആ പെൺകുട്ടിയുടെ ഒരു വോയിസ്, മുഖം ബ്ലർ ചെയ്തിട്ട് നിങ്ങളൊരു വോയിസ് കൊണ്ടുവരൂ, ഇന്ന ആളാണ് ചെയ്തത്, ഇന്നാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് തന്നെ കൊണ്ടുവരും. ഇല്ല ടിൻഡർ അക്കൗണ്ട് നിങ്ങൾ മെൻഷൻ ചെയ്തു. ടിൻഡർ അക്കൗണ്ടിൽ പുള്ളിക്കാരി കളവറയ്ക്കാനൊന്നും അല്ല പോയിക്കുന്നത്, ഡേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ പോയിക്കുന്നത്, മാച്ച് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ പോയിക്കുന്നത്. പുള്ളിക്കാരിക്ക് ഇപ്പൊ ടിൻഡറിൽ ഒരു പ്രൊമോഷനോ പുള്ളിക്കാരുടെ ടിൻഡർ അക്കൗണ്ട് ഒന്നും പുള്ളിക്കാരുടെ ഒരു ഐഡന്റിറ്റിയും കൊണ്ടുവരാൻ പറ്റത്തില്ല. പുള്ളിക്കാരി പെണ്ണാണ്. ആൺകുട്ടികൾ നമുക്ക് എന്ത് തോന്നിയ ദിവസം പറയും. ഞാൻ ടിൻഡറിൽ കയറിയിട്ടില്ല. എനിക്ക് കിട്ടിയ സ്ക്രീൻഷോട്ട് ഞാൻ വേറെ ആളോട് സംസാരിച്ചപ്പോൾ ഉണ്ടായ സംഭവമാണ് ഞാൻ അടുത്ത വീഡിയോ ഇട്ടേക്കുന്നത്. അല്ലാണ്ട് ഞാൻ ടിൻഡറിൽ കയറി ഇരുന്നിട്ടില്ല. ഞാൻ ടിൻഡറിൽ കയറി ഇരുന്നാൽ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കത് പറയാം. ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ കാണുന്നു നിങ്ങൾ ടിൻഡറിൽ കയറി കണ്ടോ ഇല്ല എന്നുള്ളത്? റിയൽ അക്കൗണ്ടിൽ ഫസ്മിന സക്കീർ എന്ന് പറഞ്ഞ് താങ്കൾ ഒരു ടിൻഡർ അക്കൗണ്ട് ഉണ്ടാക്കത്തില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ബ്ലൂടിക്ക് ഉള്ള അക്കൗണ്ട് ആണ് എങ്കിൽ ഇത് സെറ്റ് ചെയ്യും. നിങ്ങൾ ആ പെൺകുട്ടിയുടെ ടിൻഡർ ഐ ഡി ബ്ലൂടിക്ക് വെരിഫൈഡ് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ ബ്ലൂടിക്ക് ഉണ്ടെങ്കിൽ ഐ ഡി കാർഡൊക്കെ കൊടുത്ത് സ്നാപ്പി ആക്കണമെന്ന്. ബ്ലൂടിക്ക് വെരിഫൈഡ് ആയിട്ടുള്ള ആ പെൺകുട്ടിയുടെ ഐ ഡി കാണിക്കും. അങ്ങനെ ആ സെറ്റപ്പ് നൈസ് അല്ലേ? അപ്പൊ ഫേക്ക് ഐ ഡി എല്ലാം നമ്മൾ വിശ്വസിക്കാം. അല്ലെങ്കിൽ അത് ഫസ്മിനയുടെ ഐ ഡി ആണെന്ന് പല ആൾക്കാർക്കും സംശയം തോന്നി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല.
അവള് ടിൻഡറിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചവരോട് ഞാൻ പെണ്ണിനെ ന്യായീകരിക്കുക ഒന്നുമല്ല. അവള് ടിൻഡറിൽ ഷീ ഈസ് സിംഗിൾ ആൻഡ് അവള് ഡേറ്റിങ്ങിന് കയറി. അതിലെന്താ തെറ്റുള്ള? സിംഗിൾ ആയിട്ടിരിക്കുന്നവർക്ക് ടിൻഡർ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് എവിടെയും ആരും എഴുതി വെച്ചിട്ടില്ല. സിംഗിൾ ആയിട്ടുള്ളവർക്കാണ് ആ ആപ്ലിക്കേഷൻ. ഓക്കെ, കാഷ്വൽ ഡേറ്റ്സ് താല്പര്യമുള്ളവർക്കാണ് ആ ആപ്ലിക്കേഷൻ. അത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? ഞാൻ എന്തിനാണ് ആ പെണ്ണിനെ എക്സ്പോസ് ചെയ്യുന്നത്? അവള് റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയോ, അല്ലെങ്കിൽ അവളെ ചാറ്റ് മുന്നോട്ട് കൊണ്ടുപോയോ, അവൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. ഇല്ല, അവൾ ഒന്നും ചെയ്തില്ല. അവൾ ചെയ്തൊരു സാധനം, അവളും മറ്റൊരുത്തനോട്ട് അങ്ങോട്ട് അയാൾക്ക് മെസ്സേജ് അയച്ച് പ്രൈവറ്റ് ആയിട്ട് നടത്തി ചാറ്റ്, ഹായ്, അപ്പൊ ഇവിടുന്ന് ഹായ്, അപ്പോഴൊരു സ്ക്രീൻഷോട്ട്. ഇത് അക്ബർ തന്നെയാണോ? യെസ്, അക്ബർ തന്നെയാണ്. അതൊരു സ്ക്രീൻഷോട്ട്. അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് അതെല്ലാം ഫസ്മിനെ പോലൊരു യൂട്യൂബർ, അവരുടെ പേഴ്സണൽ ചാറ്റ് ഫസ്മിനെ പോലൊരു യൂട്യൂബർ നയിച്ചു തന്ന് വീഡിയോ ചെയ്യും, കണ്ടന്റ് ആക്കെന്ന് പറഞ്ഞ് തന്നു. അവര് പുണ്യവതി, ഈ പരിശുദ്ധ. പക്ഷെ അക്ബർ തെറ്റ്, ഫസ്മിനെ ശരി. മനസ്സിലായോ? പിന്നെ വൈ ഐ ഷുഡ് എക്സ്പോസ് ഹർ? അവളെന്താണ് തെറ്റിയത്? അവള് നല്ല കാര്യമല്ലേ ചെയ്തത്? അവളെ ചാറ്റ് മുന്നോട്ടേക്ക് കൊണ്ടുപോയില്ല. ഷീ ഡിഡ് എ ഗുഡ് തിങ്. പിന്നെ ഞാൻ എന്തിനാ അവളെ പബ്ലിക് ആക്കണം? അവളെ തെറ്റ് ചെയ്താലല്ലേ അവളെ ഞാൻ പബ്ലിസിറ്റി കൊടുക്കേണ്ട കാര്യമുള്ളൂ. മനസ്സിലായോ? അതെ, അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവള് ചെയ്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവള് കണ്ടന്റ് ഉണ്ടാക്കിയപ്പോഴത്തെ അത് യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്തിട്ടു. ഇനിയിപ്പോ നമുക്ക് അങ്ങനെ ഒരു കണ്ടന്റിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആ കണ്ടന്റ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വിട്ടു. അതാണ് ഒരു സെറ്റപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവം പിടിയിട്ടില്ലോ, ആർക്കും സംശയവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഏതോ ഒരു ഇനിയും വരും ഇതുപോലത്തെ എക്സ്പോസിങ് വരും. ഇനിയിപ്പോ പുള്ളിക്കാരിക്കെതിരെ റിയാക്ട് ചെയ്തവരെ പുള്ളിക്കാരി എടുത്തിട്ട് റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വലിയ പുള്ളിയൊന്നും അല്ലല്ലോ, നമ്മളൊന്നും റിയാക്ട് ചെയ്യത്തില്ല. വലിയ പുള്ളികളൊക്കെ റിയാക്ട് ചെയ്യും. എന്നെ റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഫസ്റ്റിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂ പോയിന്റ്സ് പറയാം, അതേപോലെ ആൾക്കാർ അവരവരുടെ വ്യൂ പോയിന്റ്സ് പറയും. നിങ്ങൾ ഞാൻ പിടിച്ച മുതലിൽ 3 കൊമ്പ് 4 കൊമ്പ് 14 കൊമ്പെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് യാതൊരു തെറ്റില്ല. നിങ്ങളുടെ ഒരു ഐഡിയോളജിയാണ്. അതിനെതിരെ ഒരു സംസാരിക്കുമ്പോൾ നീ എല്ലാം തെറ്റാടാ എന്ന് പറയാതിരിക്കുക. നിങ്ങളുടെ വ്യൂ പോയിന്റിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങളെ മറ്റൊരുത്തൻ അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെ മറ്റൊരുത്തൻ്റെ ആശയത്തെ നിങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം എന്നാണ് എൻ്റെ ഒരു വാദം. ഇതോടൊപ്പം തന്നെ പുള്ളിക്കാരി പലരും പുച്ഛിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ ഉണ്ടാക്കും, നീയൊക്കെ വേണേ വന്നിരുന്ന് കണ്ടാൽ മതി എന്നൊക്കെ ഉള്ള സ്ഥിരം പുച്ഛ ഡയലോഗുകൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ തന്നെ ചെയ്യുന്നുണ്ട്. ആയതിനാൽ ഞാൻ പുള്ളിക്കാരി അൺസബ്സ്ക്രൈബ് ചെയ്യുകയാണ്. ഈ ലല്ലുവായിട്ടുള്ള പ്രശ്നത്തിൽ എനിക്ക് വിഷമം തോന്നി ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ വിഷയത്തിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളായി രേഖപ്പെടുത്തുക. പുണ്യവതിയായ സ്ത്രീ പുണ്യവതിയായി തന്നെ ഇരിക്കട്ടെ. മെസ്സേജ് അയച്ചതിന് റിപ്ലൈ കൊടുത്ത ചെറുപ്പക്കാരൻ വെറും ചെറ്റായിട്ട് തന്നെ തുടരട്ടെ. പുള്ളിക്കാരിയുടെ ആശയങ്ങളെല്ലാം ശരിയായിട്ടും തുടരട്ടെ. പുള്ളിക്കാരിക്കെതിരെ സംസാരിക്കുന്നവനെല്ലാം തെക്ക് വടക്ക് പോകുന്നവന്മാരായിട്ടും തോന്നട്ടെ. മറ്റൊരു